ശ്രീരാജ് കാലിക്കട്ട് പറഞ്ഞത് എസ് കെ കോഴിക്കോട് മാർക്കറ്റിനെ കുറിച്ചൊന്നും പറയണ്ട, എല്ലാത്തിനും തീ വിലയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി അന്വേഷിക്കാം. തീർച്ചയായിട്ടും ചാല മാർക്കറ്റിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, പറയൂ, ചാലയിൽ ഇതുപോലെ കോഴിക്കോട്ടെ പോലെ ശ്രീരാജ് പറയുന്ന പോലെ വില കൂടുതലാണോ? മാർക്കറ്റിലെ ഒരു പൂക്കടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വൈബാണ്. നമ്മുടെ പണ്ട് ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് നാട്ടുമ്പുറത്ത് ഈ ക്ലബ്ബുകളിലൊക്കെ ഈ സമയമൊക്കെ അത്തമിടുന്നതിന്റെ ഒരു തിരക്കിലായിരിക്കും. ഇങ്ങനെ അത്തത്തിട്ടയിൽ പൂവൊക്കെ ഇപ്പൊ ചിത്രം വരയ്ക്കുകയായിരിക്കും. അതിന് പിന്നിൽ വള്ളംകളിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നാട്ടുകാർ, നമ്മളെ ചെറുപ്പക്കാരൊക്കെ വലിയ ആഘോഷത്തിലായിരിക്കും. ഇതുപോലെ സ്പീക്കറിൽ വലിയ ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടായിരിക്കും ആഘോഷിക്കുന്നത്. പക്ഷേ ഇന്ന് ചാലക്കമ്പോളത്തിൽ വലിയ തിരക്ക്, അതായത് ഒരു 8 മണി വരെയൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു. പിന്നീട് ആളുകൾ കുറഞ്ഞു. ഈ സമയത്തൊക്കെ ആളുകൾ കുറഞ്ഞു വരികയാണ്. പ്രതീക്ഷ പോലെ അത്ര വിലയൊന്നുമില്ല. കാരണം ഇന്ന് തിരുവനന്തപുരത്തൊക്കെ അത്തം കുറവാണ്. ബ്രോ, ഇന്ന് വിലയൊക്കെ എങ്ങനെയുണ്ട്? പൂവിന്റെ വില കുറവാണോ? ഡിമാൻഡ് ഉണ്ടോ? വില കുറവാണ്. വിലയെല്ലാം കുറവുണ്ട്. ഇപ്പൊ ഏറ്റവും വില കുറവ് ജമന്തിക്കൊക്കെ എങ്ങനെയാണ്? ജമന്തിയൊക്കെയാണ് വില കുറവ്. മഞ്ഞയും ഓറഞ്ചൊക്കെ തന്നെ 50 രൂപ, 60 രൂപ, 70 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഈ അത്തം കുറഞ്ഞല്ലേ? അത്തങ്ങളൊക്കെ ഒരുപാട് കുറവ്. മത്സരം, കോമ്പറ്റീഷൻ ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം കുറവാണ്. അപ്പം ഇവര് പറയുന്നത് ഈ പൂക്കൾക്കൊക്കെ വില കുറവാണ്. പച്ചക്കറി നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെയും ആ വില വലുതായിട്ട് കയറിയിട്ടില്ല. ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ തന്നെയാണ് അവർ വിൽക്കുന്നത്. എന്തായാലും നാളെ കുറച്ചും കൂടി തിരക്കുണ്ടാവും. ചാലക്കമ്പോളത്തിൽ നിന്ന് തിരിയാനുള്ള ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. അത്രയധികം ആളുകൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ചാലക്കമ്പോളം. എന്തായാലും ആളുകൾ ഉത്രാടപ്പാച്ചിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് ഓണസദ്യ ഒരുക്കാനുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാനുള്ള ഓട്ടത്തിൽ ആണ് ആളുകൾ. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ഇനി നമുക്ക് കോഴിക്കോട് മാവൂർ റോഡിലെ ഗിരീഷിന്റെ വീട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ് റഹ്മാൻ, വീടുകളിലൊക്കെ ഓണം വരവായോ? എന്താണ് അവിടുത്തെ തിരക്ക്? നാളെ ഉത്രാടമാണ്. ഉത്രാടം ഉച്ച തിരിയുമ്പോൾ ആളുകൾ പറയുമല്ലോ. തീർച്ചയായും എസ് കെ, അങ്ങനെ ഉത്രാടപ്പാച്ചിലിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഇപ്പം എല്ലാവരും പച്ചക്കറിയൊക്കെ മേടിച്ചു, അതുപോലെ തന്നെ പൂക്കളൊക്കെ വാങ്ങിച്ച് എല്ലാവരും നാളത്തേക്കുള്ള അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കൊക്കെയുള്ള പ്രിപ്പറേഷനിലാണ്. നമുക്കിത് കാണാം. ഇതാ കാരണവന്മാരും അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാരൊക്കെ നാളത്തേക്കുള്ള പൂവും അതുപോലെ തന്നെ പച്ചക്കറിയും ഒക്കെ തയ്യാറാക്കുകയാണ്. അപ്പൊ ഓണം എവിടെ എത്തി? ഓണം കയ്യേറിയല്ലേ, ഇനിയിപ്പോൾ നാളെ ഓണായി. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇതൊക്കെ. പച്ചക്കറിക്കുള്ള കറികളുടെ കഷ്ണങ്ങൾ. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണോ അതോ നോർമലാണോ? ഭയങ്കര വിലയാണ്. പൂവിന് അതിലേറെ വിലയാണ്. അത്തത്തിന് 100 റുപ്യ കിലോനുണ്ടായിരുന്നു. പൂവിന് 500 റുപ്യ പറഞ്ഞു. ഇവിടെ എനിക്കറിയില്ല. ഇവിടെ ഈ പൊതുവെ നമുക്ക് ഈ മലബാറിലേക്ക് ഈ സദ്യയുടെ കൂടെ കുറച്ച് ചിക്കൻ, മീൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് പച്ചക്കറി വേണമെന്നാണ് മക്കള്. ഞാനൊക്കെ എല്ലാം കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇവര് ഓണത്തിന്റെ അന്ന് പച്ചക്കറി വേണമെന്ന്. അപ്പം ഇതാണ് നമ്മളിവിടുത്തെ കാർണൂർ എന്ന് പറയാം, വലിയ ഗൃഹനാഥൻ ഇതാണ്. അതുപോലെ തന്നെ ഇതവിടെ പഴമുണ്ട്, പച്ചക്കറിയുണ്ട്, പൂക്കളുണ്ട്. അങ്ങനെ നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം ഇന്ന് ഒന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും പോകാൻ. പിന്നെ നാളെ രാവിലെ ഉത്രാടപ്പാച്ചിലാണ്. വസ്ത്രങ്ങൾ എടുക്കണം, അതുപോലെ തന്നെ പൂക്കൾ ഇനി കൂടുതൽ വാങ്ങണം, പച്ചക്കറി കൂടുതൽ വാങ്ങണം. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പിലാണ് അല്ലേ? അപ്പൊ എല്ലാവരും കൂടി ഒരു ഹാപ്പി ഓണം പറയോ? നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഒരു ഹാപ്പി ഓണം പറയോ? ഓക്കെ, താങ്ക് യു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. താങ്ക് യു ഷഹദ് റഹ്മാൻ.